ഈ സൗഹൃദ സംഭാഷണത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ആദ്യമായിട്ടാണ് നിങ്ങളിത് കാണുന്നത് എങ്കിൽ ഇതിന് മുൻപ് 1ഉം 2ഉം ഭാഗങ്ങൾ ഞങ്ങൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവർ നിങ്ങൾ അതും കൂടെ കാണാം, സമയം പോലെ നിങ്ങൾ കാണണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് തുടർച്ചയായിട്ട് എടുത്തു വെച്ച ഒരു ചർച്ചയാണ്. അതുകൊണ്ട് നേരിട്ട് ഈ മൂന്നാമത്തെ എപ്പിസോഡിലോട്ട് നേരിട്ട് തന്നെ അതിനകത്തോട് കയറുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തുടർന്ന് ഇത് കാണുന്നവരായി മാറുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞാനിപ്പോൾ എനിക്ക് പടം വരയ്ക്കാൻ അറിയാം. നമ്മളൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചിത്രം വര, പെൻസിൽ ഡ്രോയിങ്, ക്ലേ മോഡലിങ്, ഇതെല്ലാം അങ്ങനെ ഒരു കുറവ് എനിക്കുണ്ടായിരുന്നു. അപ്പം നവീകരണത്തിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആളെ ഇരുത്തി വേണമെങ്കിൽ സഹോദരനെ വേണമെങ്കിൽ ഞാൻ ഓയിൽ പെയിൻറ് ചെയ്യുക, ഫോട്ടോ എടുത്തുപോലെ ഇരിക്കും. അന്ന് ചെയ്യുമായിരുന്നു. ഒരു കർത്താവിനോട് പറഞ്ഞു, നീ ക്യാൻവാസേൽ മനുഷ്യരെ വരയ്ക്കേണ്ടവനല്ല, മനുഷ്യരുടെ ഉള്ളിൽ എന്നെ വരയ്ക്കേണ്ടവനാണ്. മനുഷ്യരുടെ ഉള്ളിൽ ഹൃദയത്തിൽ അവരുടെ ഹൃദയമാകുന്ന ക്യാൻവാസിൽ എന്നെ വരയ്ക്കേണ്ടവനാണ്. എനിക്കത് പെട്ടെന്ന് ആദ്യം മനസ്സിലായില്ല. പിന്നെ നമ്മുടെ പ്രാർത്ഥന എല്ലേഴ്സ് ആയിരിക്കുന്നവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതാണ് നീ ശുശ്രൂഷ, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണം. അപ്പം അന്ന് ഞാൻ അത് മാറ്റിവെച്ചതാണ്. പിന്നെ കർത്താവിലോട്ട് വന്നു കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് സ്റ്റേജിൽ കയറാമെന്ന് അറിയാമല്ലോ. പിന്നെ ഈ പടം വര, പിന്നെ ധ്യാനം, യൂത്തിൻ്റെ പ്രോഗ്രാം, പിള്ളേരുടെ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഈ പടം വരയാണ്. അപ്പോൾ ആദ്യത്തെ ക്രിസ്റ്റീൻ്റെ മാഗസിൻ, അതിൻ്റെ ഈ ക്രിസ്റ്റീൻ്റെ ലോഗോ അതൊക്കെ ഞാനാണ് ഉണ്ടാക്കിയത്. ലോഗോ മാസികയ്ക്കുള്ള കാർട്ടൂണ്, പടങ്ങൾ ഇതെല്ലാം വരച്ചത്. ഈ കൺവെൻഷൻ വന്നപ്പോൾ അതിൻ്റെ പോസ്റ്ററുകളെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ ബാനറുകൾ, കൺവെൻഷനൊക്കെ വലിയ വലിയ കൺവെൻഷനൊക്കെ വരുമ്പം കോട്ടയം പ്രദേശത്ത് വരുമ്പോൾ ഈ മതിൽ മുഴുവൻ പെയിന്റ് അടിച്ചെഴുതുക. അന്ന് നിങ്ങൾ കോട്ടയത്ത് ഒരു വലിയ ടീമുണ്ട്. കോട്ടയത്ത് പല ജീസസ് യൂത്ത് ഭയങ്കര ആക്റ്റീവായി എഴുതുക. അപ്പൊ അതിനകത്ത് ബിജു ഒക്കെ വന്ന് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് കട്ടപ്പനുണ്ട്. ഞങ്ങളൊക്കെ ആദരവോടെയാണ് നിങ്ങളെ കാണുന്നത്. അപ്പൊ കോട്ടയത്തുള്ള ഈ ക്രിസ്തീയമായ നമ്മുടെ സ്കൂളുകൾ, കോൺവെന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ മതിലെല്ലാം ഈ സിനിമാ പോസ്റ്റർ മുഴുവൻ ഒട്ടിച്ച് കട്ട പിടിച്ചിരിക്കുക പോസ്റ്റർ കൊണ്ട്. അപ്പോൾ BCM കോളേജിൻ്റെ ഫ്രണ്ടിൽ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു, ഞങ്ങളിത് പെയിൻ്റ് അടിച്ച് ദൈവവചനം എഴുതിക്കോട്ടെ ചോദിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, എന്നാ ചിലവ് ഞങ്ങളെല്ലാം ചിലവ് എടുത്തോളാന്ന് പറയും. ഈ ചിലവിൻ്റെ കാര്യം അവർ മുടക്കുമ്പോഴല്ലേ തടസ്സം പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ സഹായിക്കാൻ അതിരമ്പുഴയിലുള്ള ഒരു കൊച്ചു ജെയിംസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഈ ഹെൽപ്പറായിട്ട് എൻ്റെ കൂടെ നിന്ന് ഞങ്ങളിങ്ങനെ വെള്ളം കൊണ്ടുവന്ന് ഈ മതിൽ മുഴുവൻ ആദ്യം കുതിർത്തി നനയ്ക്കണം. വെള്ളം ഒഴിച്ച് 2 പ്രാവശ്യം കുതിർത്തി നനച്ച് പിന്നെ എന്തെങ്കിലും അതും ഇതും തകിട് കൊണ്ടോ കമ്പി കൊണ്ടോ ഇത് കുത്തി മുഴുവൻ കളഞ്ഞ് ഒരു 2 ദിവസം എടുത്ത് ഇത് ക്ലീൻ ചെയ്യാൻ. പിന്നെ 2 ദിവസം എടുത്ത് മുഴുവൻ പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിച്ചെല്ലാം ഓരോ കള്ളിയിലും, കള്ളി തിരിച്ചാണല്ലോ ഈ മതിലൊക്കെ, ഓരോ കള്ളിയിലും ഓരോ കളറടിച്ച് ഓരോ വചനവും കൊണ്ട് എഴുതി വെച്ച് അവിടെ ഒരു ചേരുന്നൊരു ചെറിയ പടവും കൂടെ വരച്ച്. അപ്പോൾ 1-2 ആഴ്ചകൾ കൊണ്ട് ആ മതിൽ മുഴുവൻ ദൈവവചനം എഴുതി, അതെല്ലാം എഴുതി പെയിൻ്റ് അടിച്ച്. നമുക്ക് തന്നെ അത് ചെയ്യുമ്പോൾ ഉള്ള സന്തോഷമാണ്. നമുക്ക് കൂലിയൊന്നുമില്ല കേട്ടോ, നമ്മൾ ശുശ്രൂഷയായിട്ടാണ് ചെയ്യുന്നത്. നമുക്കൊരു സന്തോഷമാണ്. എടാ എനിക്ക് തന്നെ കഴിവ് ഇവിടെ പടം വരച്ച് വചനം എഴുതി വെക്കാൻ പറ്റിയല്ലോ. അപ്പോൾ നമ്മളെ ഒരു പെയിൻ്റ് അടിക്കാരനായിട്ടാണ് നമ്മൾ പരിചയമുള്ള. നാട്ടിൽ നിന്ന് എല്ലാവരൊക്കെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ നമ്മുടെ നാട്ടുകാരാണ്, കൊമരങ്കാരാ. ഇത് ഇവൻ തന്നെ ഇവിടെ ഒന്ന് ഈ പെയിൻ്റ് അടിക്കുന്നത്, ഈ പെയിൻ്റ് അടിക്കാണ്. പഴയ നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് ചെയ്യുന്നെന്ന് ഇവർക്ക് അറിയില്ല. അത് കഴിഞ്ഞപ്പോൾ സെൻറ്റ് ജോസഫ് അതിൻ്റെ കോൺവെൻറ്റിൻ്റെ മതിൽ, മാർസന്ന സ്കൂളിൻ്റെ, പിന്നെ ഇങ്ങനെ പല സ്കൂളിൻ്റെയും മതിലുകൾ എല്ലാം നമ്മൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ച് പെയിൻ്റ് അടിച്ച് വചനങ്ങളെല്ലാം എഴുതുമായിരുന്നു. അപ്പോൾ അങ്ങനെ 1-2 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ അവർ തന്നെ എക്സ്പീരിയൻസ് എടുത്ത് പിന്നീട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ കാലഘട്ടത്തൊക്കെ നമുക്കൊരു ഗ്രേസാണ് ഇത്, കർത്താവിൻ്റെ ശുശ്രൂഷ. അത് നമ്മൾ പട്ടിണി കിടന്നൊക്കെ ആയിരിക്കും, ചിലപ്പോൾ കഞ്ഞി പോലും കിട്ടാനില്ല, കഷ്ടപ്പെട്ട് രാവിലെ വന്ന് വൈകിട്ടായിരിക്കും വീട്ടിൽ പോകുന്നത്. വിവാഹമൊക്കെ എന്നാ അത് 2001 നമ്മൾ നടത്തിയത്. പുള്ളിക്കാരത്തിന്റെ പേരെന്താ? പ്രീതി. മക്കൾ എത്ര പേരുണ്ട്? മക്കൾ 8 പേര്. 8 പേരുണ്ട്. ഞാൻ അതിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 8 ആൺപിള്ളേരാണോ? 8 ആൺപിള്ളേരാ.
ഈ 89 ഈ കത്തോലിക്ക സഭ എവാഞ്ചലൈസേഷൻ 2000 പ്രഖ്യാപിച്ചു. തീവ്ര സുവിശേഷ പ്രഘോഷണം 2000 ആണ്ട് വരെ നമ്മളെല്ലാരും അതിന് ആക്റ്റീവായിട്ട് ചെയ്താ. അതെ, തെരുവിലൊക്കെ ഒത്തിരി പ്രസംഗിച്ചു നടന്നോ. ഞാൻ തീരുമാനം എടുത്തു 2000 മുമ്പ് കെട്ടിക്കഴിഞ്ഞ പെണ്ണും പിടക്കോഴിയും പിള്ളേരൊക്കെ ആയിട്ട് അതിനെക്കുറിച്ച് നമ്മുടെ ലക്ഷ്യവും സമയവും അങ്ങോട്ട് കുറച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പം സഭ പ്രഖ്യാപിച്ചിരിക്കുക എവാഞ്ചലൈസേഷൻ 2000 തീവ്ര സുവിശേഷ പ്രഘോഷണം ചെയ്യണമെന്ന്. അപ്പൊ അതിന് തടസ്സം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ പേഴ്സണലി ഞാനൊരു തീരുമാനം എടുത്ത് 2000 വരെ കെട്ടുന്നില്ല, അത് കഴിഞ്ഞിട്ടേ കെട്ടുള്ളൂ. ആരെയും നിർബന്ധിച്ചിട്ടില്ല. പക്ഷേ ഈ 2000 വരെ ഈ 10 വർഷം 90 മുതൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാൻ. അത് പ്രാർത്ഥിച്ച എങ്ങനെ, ദൈവമേ, ദൈവഭയമുള്ള ദൈവഭക്തിയുള്ള ജീവിതവിശുദ്ധിയുള്ള ഒരു ജീവിത പങ്കാളിയെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ അങ്ങ് കൂട്ടിച്ചേർത്ത് തരണമേ. വേറെ ഡിമാൻഡൊന്നുമില്ല, പഴത്തോ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും സൗന്ദര്യമോ കളറോ ഒന്നും നമ്മൾ പറഞ്ഞില്ല. ദൈവഭയമുള്ള ജീവിത പങ്കാളിയെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവം ഒരുക്കുന്ന സമയമുണ്ട്, കൂട്ടിച്ചേർക്കണേ. ഇത് 10 വർഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 10 വർഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 2001 2000 ആണ്ടായപ്പോൾ നമ്മൾ ഇന്ന ആളാന്ന് നമ്മുടെ ഒരു സൈനികത ബെന്നി സാറ് വഴി ഇങ്ങനെ പറഞ്ഞു. സാറാണോ? അതെ, എനിക്കറിയാം. നമ്മുടെ കൂടെ ബെന്നി സാറിന് അറിയില്ലേ? ബെന്നി സാറ് പറഞ്ഞു പുന്നത്തറയിൽ ഇങ്ങനൊരു ഫാമിലി ഉണ്ട്, അവരെല്ലാം നവീകരണത്തിൽ വന്ന ഫാമിലിയാണ്, ഒരു പെൺകുട്ടിയുണ്ട്, പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിയിട്ട് ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു അനുകൂലമായ ഒരു മെസ്സേജ് പോലെ നമുക്ക് തോന്നിയത്. അപ്പം അങ്ങനെ വന്നതാണ് കണ്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോഴായാലും നമ്മുടെ കുറവുകളാണ് പറഞ്ഞ്. സാധാരണ പെണ്ണ് കാണാൻ ചെല്ലുമ്പോഴെല്ലാവരും നമ്മുടെ പഠിത്തം, നമ്മുടെ ഡിഗ്രി, നമ്മുടെ വീട്ടിലെ ഭൂസ്വത്ത്, നമ്മുടെ ഇങ്ങനെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞത്. എനിക്ക് ഇത്രയും വയസ്സുണ്ട് എന്നാണ് പറഞ്ഞ്. പിന്നെ എനിക്ക് ഇന്ന രോഗമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറയും ഇന്ന രോഗമുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ചില രോഗങ്ങളൊക്കെ മറച്ചു അതൊക്കെ പിന്നീട് പ്രശ്നങ്ങളാകും, ഫാമിലി പ്രശ്നം. ഞാൻ പറഞ്ഞു ഇന്ന രോഗമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന ഡിഗ്രി എനിക്ക് പഠിത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. വീട്ടിലെ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, വീട്ടിൽ ഭൂസ്വത്തൊന്നും എനിക്കില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഇല്ലായ്മകളല്ല ഞാൻ മുഴുവൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം ആ ഇല്ലായ്മകൾ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടാതെ പോയി കഴിഞ്ഞാൽ കല്യാണം മാറിപ്പോകണമെങ്കിൽ പോകണം. നമ്മൾ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ ഈ കല്യാണം, ഈ ആലോചന മാറുവാണെങ്കിൽ മാറിയാലേ ദൈവം ആഗ്രഹിക്കുന്നു വരുള്ളൂ. ഇപ്പൊ മനസ്സിലായി? ദൈവം കൂട്ടിച്ചേർക്കാന്ന്. അതെ, ദൈവം കൂട്ടിച്ചേർക്കുന്നു വേണം വരാൻ. അപ്പൊ നമ്മൾ സത്യം പറഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോണം, എന്നാലും ദൈവം ആഗ്രഹിക്കുന്നു വരുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞപ്പോൾ അവരായാലും അവരുടെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പം അത് തുറന്നു പറഞ്ഞത് അവർക്ക് വിശ്വാസീയതയായി, സന്തോഷമായി. നമ്മൾ ഭാര്യയ്ക്കായാലും നടുവിന് ശനം പ്രശ്നങ്ങളുണ്ട്, നട്ടലിൽ വളഞ്ഞിരിക്കുന്നത് ചെറുപ്പം മുതലേ ഉള്ളതാണ്. അപ്പോൾ അത് പറഞ്ഞു എന്നോട്. നമുക്കതൊന്നും വിഷയമല്ല, ശരീരത്തിനല്ലേ പ്രശ്നമുള്ളൂ. ശരീരത്തിന് അതൊരു ആത്മാവുണ്ട്, ആത്മാവിന് പ്രശ്നമില്ലല്ലോ. ഈ ശരീരം നശിച്ചു പോകാനുള്ളതാണ്. അപ്പം ശരീരത്തിലുള്ള കുറവുകളോ ബലഹീനതകളോ അതൊന്നും വിഷയമല്ല നമ്മൾ. അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞു. അപ്പം വീട്ടുകാർ തമ്മിൽ ഏകദേശം പറഞ്ഞ് ഉറപ്പിച്ചു. പിന്നെ ഞങ്ങൾ ഒരു 10 മാസം കൂടെ നീട്ടിവെച്ചു, പ്രാർത്ഥിച്ചു ഒരുങ്ങാൻ. 10 മാസം കൂടെ കഴിഞ്ഞിട്ടാണ് പിന്നെ വിവാഹം 2001 ആദ്യത്തെ ആഴ്ചയിൽ ആദ്യത്തെ ജനുവരി 7 നടന്നത്. ആ വിവാഹം നടന്നു. അപ്പോൾ അങ്ങനെ വിവാഹം നടന്നു. അതൊക്കെ ഒരു അത്ഭുതകരമായ രീതിയിലാണ് ഞങ്ങളുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നടത്തിയത്. മദ്യപാനം ജ്ഞാനായ സമൂഹമുണ്ട്. ഞങ്ങൾ ജ്ഞാനായക്കാരാണ്. അപ്പം ജ്ഞാനായ സമുദായക്കാരെ സംബന്ധിച്ചിടത്തോളം കുപ്പി പൊട്ടിക്കാത്ത ഒരു ചടങ്ങുകളും ഇല്ല. ഏത് ചടങ്ങായാലും ചടങ്ങ് വേണമെന്നില്ല, 2 പേര് കൂടിയിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസം കൂടിയിട്ടുണ്ടെങ്കിൽ ജ്ഞാനായക്കാരുടെ വീട്ടിൽ കുപ്പി പൊട്ടിയിട്ടുണ്ട്. പിന്നെ മാമോദീസ, കല്യാണം, ഒത്തുകല്യാണം, പിന്നെ പെണ്ണ് കാണാൻ പോവുക, ചടങ്ങ്, എല്ലാത്തിനും കുപ്പി പൊട്ടി അതിലാണ് ഒരു ആനന്ദം കണ്ടെത്തുന്നത്. പക്ഷെ നമ്മുടെ ആദ്യം മുതൽ അവസാനത്തെ ചടങ്ങ് വരെ പെണ്ണ് കാണാൻ പോയതോ ഉറപ്പിയിരുന്നോ തലേദിവസമോ ഇങ്ങനെയുള്ളതിനോ ഒരു ഗ്ലാസ് മദ്യം പോലും കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്തില്ല. അപ്പോൾ അത് വിശുദ്ധമായി, കാരണം വിവാഹം പരിശുദ്ധമാണ്. അപ്പോൾ വിശുദ്ധമായിട്ട് തന്നെ ആ കൂദാശ നടത്തണമെന്നുള്ള ഒരു നിർബന്ധമുള്ള കാരണം
ഇവിടെ എല്ലാം അങ്ങനെയായിരുന്നു. ഇപ്പം എൻ്റെ വൈഫിൻ്റെ ബ്രദറായാലും അവരുടെ കല്യാണത്തിനായാലും മദ്യം കൊടുത്തില്ല. തലേദിവസത്തെ ചടങ്ങുകളെല്ലാം ലഘുവായിട്ടാണ് നടത്തിയത്, സിമ്പിളായിട്ടാണ് നടത്തിയത്. അപ്പം അതുകൊണ്ട് തന്നെ ബന്ധുക്കാർ പലരും ആ കല്യാണത്തിൽ വന്നില്ല. ഏറ്റവും അടുത്ത ബന്ധുക്കാർ പോലും വന്നില്ല. നമുക്ക് വിഷമമൊന്നും ഉണ്ടായില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോഴെല്ലാം അവരെല്ലാം പിന്നെ അത് കഴിഞ്ഞ് വരികയൊക്കെ ഉണ്ടായി. മക്കളൊക്കെ സുഖമായിരിക്കുന്നു? മക്കള് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക. 8 ആൺപിള്ളേരാണ് ദൈവം തന്നത്. അവരെല്ലാം ദൈവകൃപയാൽ ആരും മൂത്തയാള് ജോലി ആയില്ല, ഇപ്പോഴും MA കഴിഞ്ഞ് നിൽക്കുന്നു. രണ്ടാമത്തെ ആള് BCA കഴിഞ്ഞ്. പേരെന്ന് പറയൂ പിള്ളേരുടെ? BCA കഴിഞ്ഞിട്ട് അവൻ 1 ഇയർ അവൻ തന്നെ പ്രാർത്ഥിച്ചപ്പോൾ തോന്നി മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തിട്ട് ഇനി അടുത്ത് പോകുള്ളൂ. മൂത്തയാള് ഡാനിയല്, ജോഷുവ, പിന്നെ സാമുവല്, തോബിത്ത്, ജെറമിയ, സക്കറിയ, നെഹമിയ, ഹെനോക്ക്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം പിള്ളേര് ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇവിടെ എല്ലാം പേര് കർത്താവ് തന്നു. അതെല്ലേ? അപ്പം ചിലര് ചോദിച്ചതിനെ ഈ പെങ്കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാതെ തന്നെ അതിന് കിട്ടണ്ടേ. അപ്പം ഈ 2 ആൺപിള്ളേരുണ്ടായി കഴിയുമ്പം വേറെ വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ളവരെല്ലാം നമുക്ക് ഒരു ആശ്വാസവും പ്രാർത്ഥനയും തരുന്നുണ്ട്. 2 ആൺപിള്ളേരല്ലേ, ഇനി ബ്രദറിന് അടുത്തത് പെങ്കൊച്ച കേട്ടോ, അടുത്തത് പെങ്കൊച്ച. കാരണം നമ്മളിങ്ങനെ വിഷമിച്ച് നടക്കുന്നുള്ളൂ പെങ്കൊച്ചില്ലാതെ. അതുകൊണ്ട് നമുക്ക് വലിയ ആശ്വാസവും നമുക്കൊരു പ്രാർത്ഥനയും ഒക്കെ നമുക്ക് നൽകുക പലരും. 3ാമത്തത് ആൺകൊച്ച ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ 4ാമത്തേന് എല്ലാവരും അടുത്ത് ബ്രദറെ പെങ്കൊച്ച കേട്ടോ. കാരണം അങ്ങനെയാണ് ലോകത്തിന്റെ സിസ്റ്റം അങ്ങനെയാണ്. കാരണം ആണായ അടുത്ത് പെണ്ണ് വേണം, അല്ലെങ്കിൽ 2 ആൺപിള്ളേരുണ്ടെങ്കിൽ ഒരു പെണ്ണും കൂടി ഉണ്ടെങ്കിൽ ബാലൻസ് ആവുള്ളൂ എന്നാണ് നമ്മുടെ മണ്ടപ്പെട്ടി പറയുന്നത്, നമ്മുടെ ബുദ്ധി പറയുന്നത്, ലോകം പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ ദൈവം ഡിസൈൻ ചെയ്തതാണ് നടക്കേണ്ടത് അല്ലേ? അതെ. ഓരോ വ്യക്തിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ദൈവത്തിന് ഡിസൈൻ ഉണ്ട്. പിന്നില്ലേ? സത്യത്തിൽ ഞങ്ങൾ ഇതുവരെയും ഒരു പെങ്കൊച്ചിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചതുമേ ഞങ്ങളെക്കുറിച്ച് നീ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അത് നടന്നാൽ മതി. അതിൽ ഞങ്ങൾ ഹാപ്പിയാ, സന്തോഷം. അതൊക്കെ വലിയ കൃപയാണ്. അല്ല, അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നതും അങ്ങനെ സ്വീകരിക്കാൻ പറ്റുന്നതും ഒക്കെ മക്കളെന്ന് പറഞ്ഞ വലിയ അനുഗ്രഹമല്ലേ? എനിക്കൊന്ന് തോമസ് കുര്യന്റെ അളിയനുണ്ട് 15 പിള്ളേരുണ്ട്. അത് പറയണം. അപ്പൊ അദ്ദേഹത്തിന് 50 വയസ്സായില്ല. 50 വയസ്സാകാത്ത ഒരാൾക്ക് എനിക്ക് വന്ന ഇന്ത്യയില് വേർത്തുണ്ടോയെന്ന് അറിയാം. ഇന്ത്യയില് 50 വയസ്സാകാത്ത ഒരാൾക്ക് ഒരു ഭാര്യയിൽ നിന്ന് 15 പിള്ളേര്. നമ്മുടെ വേറെ സമുദായത്തിൽ ചിലർക്ക് ഉണ്ട്, മുസ്ലിം സമുദായത്തിലൊക്കെ ഒരപ്പന് 15 20 കാണും, ചിലപ്പോൾ 2 3 ഭാര്യമാരില്ലായിരിക്കും. അത് അവരുടെ ഒരു രീതിയാണ്. പക്ഷെ ഇത് ഒരു ഭാര്യയിൽ നിന്ന് 15. പ്രശാന്ത് അദ്ദേഹം കോളേജിൽ പഠിപ്പിക്കുന്നു. വിവരമില്ലാത്ത ആളല്ല, എനിക്കറിയാം. നല്ല മിടുക്കനാണ്, എല്ലാ നന്മകളും ഉള്ള ചെറുപ്പക്കാരൻ. അപ്പം അത് ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലന. ആ കുടുംബം അവരുടെ ഹോം സ്കൂളാണ് പിള്ളേരല്ല. അതെല്ലേ? 10th വരെ പിള്ളേര് വീട്ടിൽ ഇരുന്നാ പഠിക്കുന്നു. അപ്പൊ പബ്ലിക് പരീക്ഷ 10ാം ക്ലാസ്സിലെ പബ്ലിക് പരീക്ഷ അവര് പോയി എഴുതും. അങ്ങനെ എഴുതും. അവർ എല്ലാം ജയിച്ചു വരും, മൊത്ത പിള്ളേരെല്ലാം. അങ്ങനെ ഒരു 15 പേരും കൂടെ ഒന്നിച്ച് എവിടെയെങ്കിലൊക്കെ പോകും. അവര് ഒന്നിച്ചു പോവും. ഇപ്പൊ അവര് കണ്ണൂരാണ്. ഇനിയിലെ പ്രത്യേക അവധി ദിവസങ്ങളിലൊക്കെ വീട്ടിലോട്ട് വരും. അപ്പൊ അവര് 15 പിള്ളേര്, ഞങ്ങളുടെ 8 പിള്ളേര്, 23 പേര്. ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെല്ലാം 10 30 പേരുണ്ട്. അപ്പൊ ഒന്നിച്ചു കൂടുമ്പോൾ വലിയൊരു കൂട്ടായ്മ, പറയ ഗ്രൂപ്പിന്റെ വലിയൊരു ധ്യാനം. അപ്പൊ അങ്ങനെ കൂടുമ്പോൾ ഭയങ്കര കൂട്ടായ്മ. ഞങ്ങളിവിടെ പാട്ടും പാടി പ്രാർത്ഥിച്ച് ശുശ്രൂഷ. പുറത്തുനിന്ന് ആളെ വിളിക്കണ്ട, പിള്ളേർക്ക് ഇന്നെ കളിക്കാനായിട്ടായാലും പുറത്തുനിന്ന് ടീമിനെ ഇറക്കണ്ട. ഇപ്പൊ സാധാരണ ഒരു വീട്ടിൽ ഒരു കൊച്ചിന് ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ, ഫുട്ബോൾ കളിക്കണമെങ്കിൽ 10 വീട്ടിൽ കയറി ഇറങ്ങണം, അല്ലെങ്കിൽ 5 വീട്ടിൽ കയറി ഇറങ്ങാലേ ടീമിനെ ഉണ്ടാക്കാൻ പറ്റും. എന്നാലും ബുദ്ധിമുട്ടാ. ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ എങ്ങും പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ടീമാ. അതെയാണ്. നിങ്ങൾ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമോ? കുടുംബം ഒന്നിച്ച്, കുടുംബത്തിലെ കാര്യം ഞാൻ ചോദിക്കുന്നത്. ഈ 8 മക്കളും പിന്നെ ഒന്നിച്ചിരുന്ന് ഞാൻ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാല് ഒരിക്കലും കണ്ട് തോമസ് കുര്യൻ പറഞ്ഞു കേട്ടു, ഇങ്ങനെ ചിലമ്പൊക്കെ അടിച്ച് താളത്തില് തപ്പും മണിയും ചില്ലും ഇങ്ങനെ തപ്പ് കുട്ടിയും കിന്നര നീട്ടിയും ദൈവത്തെ സ്തുതിക്കുമെന്ന് സങ്കീർത്തനം 150 പറയുന്നുണ്ട്. 4, 3, 5 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ പിള്ളേർക്ക് ഒരു പരിശീലനം നമ്മൾ കൊടുക്കുക, വീട്ടിൽ കുട്ടികൾക്കൊരു പരിശീലനം കൊടുക്കുക ദൈവത്തെ സ്തുതിക്കാനായിട്ട്. അപ്പോൾ പല വീടുകളിലും കുടുംബ പ്രാർത്ഥനയിൽ പിള്ളേര് ഉറങ്ങിപ്പോകുന്നുണ്ട്, പിള്ളേർ ആക്റ്റീവ് അല്ല.
കാരണം കുറെ ചൊല്ലിക്കൂട്ടല. അതെ അതെ അതെ. ചില ധ്യാന കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ ട്രഡീഷൻ പ്രാർത്ഥനകളോ പ്രാർത്ഥനാ പുസ്തകങ്ങളോ ഉണ്ടോ, അപ്പൊ അത് ചൊല്ലിക്കൂട്ടലാണ് പല വീടുകളിൽ ഉള്ളത്. അതുകൊണ്ട് പിള്ളേർ അത് ഉറങ്ങിപ്പോവുക പലയിടത്തും. അപ്പൊ ഈ പ്രാർത്ഥന ബോറടിക്കുക പലയിടത്തും. പക്ഷെ അതുകൊണ്ട് പിള്ളേർ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ കുട്ടികളെ ആക്റ്റീവ് ആക്കുക. ആക്റ്റീവ് ആക്കണമെങ്കിൽ എന്നാ ചെയ്യണം, അവരെ ഇൻവോൾവ് ആക്കണം. അപ്പോൾ അവർ ഇൻവോൾവ് ആകാനായിട്ടാണ് നമ്മൾ തപ്പുകളെല്ലാം വാങ്ങിച്ചു കൊടുക്കുക. തപ്പയും മണി ഇൻസ്ട്രുമെന്റ്സ് എല്ലാം കൊടുത്തിരിക്കുക. അപ്പോൾ ഞങ്ങൾ ഈ ശരിക്ക് നമ്മൾ ഈ സെൽ ഗ്രൂപ്പ് എന്ന് പറയല്ലേ, അല്ലെങ്കിൽ പ്രേ ഗ്രൂപ്പ് എന്ന് പറയാം, അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെ ശൈലി. അപ്പോൾ പ്രേ ഗ്രൂപ്പിൽ എല്ലാവരും ആക്റ്റീവ് ആകുന്നത് പോലെ തന്നെ വീട്ടിൽ നമ്മൾ ആക്റ്റീവ് ആക്കുക പിള്ളേരെ. അതിനുവേണ്ടി ആ വിധത്തിലാണ് കുടുംബ പ്രാർത്ഥന നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ഈ പിള്ളേരുടെ ശൈലിയിൽ അവരും ആക്റ്റീവ് ആവും, അവർക്ക് ഭയങ്കര സന്തോഷവും. മറ്റേ ഈ എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൂട്ടുമ്പോഴേ പിള്ളേർ മടുത്തു പോകുന്നു. ഇത് പിള്ളേർ ഒരു പാട്ട് പാടി, 2 പാട്ട് പാടി, 3 പാട്ട് പാടി, ഒരു 5-6 പാട്ട് പാടും. ഞങ്ങൾ എനിക്ക് തോന്നുന്ന ഒരു 3/4 മണിക്കൂർ നേരം പ്രാർത്ഥിക്കും. അല്ല, പാട്ട് തന്നെ വർഷിപ്പാ. എങ്ങനെയായാലും ഒരു 1/2 മണിക്കൂറിൽ കൂടുതൽ പാട്ട് പാടി സ്തുതിക്കും. ചോദിച്ചു പിന്നെ അടുത്ത പാട്ട് പാടി പിള്ളേരെല്ലാം ആക്റ്റീവ്. ഒരാൾ കഴിയുമ്പോൾ അടുത്ത ആൾ. നമ്മൾ ശരിക്കും പ്രൈഗ്രൂപ്പിൽ വന്നിട്ടേ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്പോണ്ടിന്യൂസ് ആയിട്ട്. അത് ഒരാൾ ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചായാലും വാക്കുകൾ പറഞ്ഞ് നന്ദി പറയും. അടുത്ത ആൾ ഇങ്ങനെ 2-3 വട്ടം ഇങ്ങനെ നന്ദി പറഞ്ഞ് സ്പോണ്ടിന്യൂസ് ആയിട്ട് നന്ദി പറഞ്ഞ് പിന്നെ പാട്ട് പാടി പിന്നെ ഇൻ്റർസെഷൻ, മധ്യസ്ഥ പ്രാർത്ഥന, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അത് ഈ പിള്ളേരെല്ലാം പ്രാർത്ഥിക്കും. ഇടവയ്ക്ക് വേണ്ടി, വികാരിയച്ഛന് വേണ്ടി, രൂപതയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടിയിട്ട്, പാവികൾക്ക് വേണ്ടി, അയലോക്കത്തുള്ളവർക്ക് വേണ്ടി, സൂക്ഷികർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന പിള്ളേർ മാറി നടത്തി പ്രാർത്ഥിക്കും. അങ്ങനെ നടത്തി പിന്നെ എല്ലാവരും ബൈബിളുമായിട്ട് വരും. ബൈബിൾ വായിക്കും. ബൈബിൾ വായിച്ചിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് എല്ലാവരും ഒന്നിച്ച് വായിക്കും. എന്നിട്ട് അത് എല്ലാവരും ഷെയർ ചെയ്യും. എല്ലാവരും അവരവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നമ്മൾ പ്രകടിപ്പ് ചെയ്യുന്ന അവർക്ക് കിട്ടിയ ഇൻസൈറ്റ് അങ്ങ് ഷെയർ ചെയ്യുക. അവസാനം നമ്മൾ കൺക്ലൂഡ് ചെയ്ത് നമ്മളങ്ങ് ഷെയർ ചെയ്ത് പിന്നെ പ്രകടിപ്പിന് അവസാനം എന്ന് പറഞ്ഞാൽ കുടുംബപ്രാർത്ഥന എല്ലാവരുടെ തലയ്ക്ക് പ്രാർത്ഥിക്കും. അങ്ങനെയുണ്ടല്ലേ? എല്ലാവരും മുട്ടുകുത്തിക്കും. ഓരോരുത്തരും മുട്ടുകുത്തി എല്ലാവരും കൂടെ അവരുടെ തലയിൽ കഴിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഭൂതി നെറ്റിക്കുവച്ച് വെച്ച് അത് കഴിയുമ്പോൾ അടുത്ത ആൾ അവസാനം ഞാൻ മുട്ടുകുത്തും. പിള്ളേരും ഭാര്യ എൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കും. എഴുന്നേറ്റ് സ്തുതി കൊടുത്ത് അങ്ങനെയാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥന പോകുന്നത്. അപ്പം പിള്ളേർ അവർ ആക്റ്റീവാണ്. ബൈബിൾ ഉറങ്ങിയാല. അതെ അതെ. പിന്നെ അവർക്കും പിന്നെ ആത്മാവിൻ്റെ നിറവും അഭിഷേകവും ഉണ്ടാവും പിന്നെ കൂട്ടായ്മ. അപ്പോൾ അവർക്ക് പിന്നെ കുടുംബ പ്രാർത്ഥന സന്ധ്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ സമയത്തുണ്ട്. ഞാനും ഉണ്ട്. വേറെ ആ സമയത്ത് അലഞ്ഞു തിരിഞ്ഞ് പുറത്തൂടെ പോകുകയല്ല. ഞാൻ ആ സമയത്തുണ്ട്. മൊബൈൽ ഫോൺ ഓഫാക്കി വെക്കും. ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിത അനുഭവങ്ങളാണ് ഞങ്ങൾ പങ്കുവെച്ചത്. ഇത് നിങ്ങൾക്ക് ഏറെ സഹായകരമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറണം കേട്ടോ. ഞങ്ങൾ നിങ്ങളെ ഇത് കാണുന്ന എല്ലാവർക്കും വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട അനുഭവങ്ങൾ ഇത് നിങ്ങൾക്ക് എത്രമാത്രം സഹായകരമായി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തിയാൽ ഏറെ നല്ലതാണ് എന്ന് ഞങ്ങൾ കരുതുകയാണ്. അടുത്ത ആഴ്ച ഇതിൻ്റെ ലാസ്റ്റ് എപ്പിസോഡാണ്. നിങ്ങൾ അടുത്ത ആഴ്ച താല്പര്യത്തോടെ ദാഹത്തോടെ പ്രത്യേകിച്ച് സുനിൽ ബ്രദറിൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളൊക്കെ അന്ന് പങ്കുവയ്ക്കുന്നതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കാത്തിരിക്കുക. ആമേൻ.